ഹലോ കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൃഷിയിൽ തന്നെ ഞാൻ കുറച്ച് ഭാഗമൊക്കെ നേരത്തെ കാണിച്ചു. ഞാൻ കുറേ ചേന നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിളവെടുക്കാനുള്ള സമയമായി. ഞാനൊന്ന് കിളച്ച് നോക്കട്ടെ. ഇപ്പോൾ കിളച്ചെടുത്തു. തീരെ വലുതല്ല, ചെറിയൊരു കിഴങ്ങാണ് കിട്ടിയത്. മൂടൊന്ന് കിളച്ച് നോക്കട്ടെ. അയ്യോ, നല്ലൊരു കിഴങ്ങായിരുന്നു കണ്ടോ, വലിയ കിഴങ്ങ്. പക്ഷേ വെട്ട് കിഴങ്ങിലായിപ്പോയി. നമ്മുടെ ചേന കിളച്ചെടുത്തു. മുറിഞ്ഞു പോയതാണ് വെട്ടിയപ്പോൾ. എൻ്റെ കുഞ്ഞു ചേന കൃഷിയിൽ നിന്ന് ഞാൻ ഇത്രയും വിളവെടുത്തു. അപ്പോൾ ഇനി അതിൻ്റെ വേരുകളൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യത്തിനെടുത്ത് ഞാൻ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചേനക്കിഴങ്ങ് ആവശ്യത്തിനെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു കഴുകി വൃത്തിയാക്കി മുറിച്ചത് കലത്തിൽ വെച്ചിരിക്കുകയാണ്. ഇനി അടുപ്പത്തോട്ട് വെച്ച് വേവിക്കാൻ പോവുകയാണ്. സ്വന്തമായിട്ടിങ്ങനെ വിളയിച്ചെടുത്ത് അതിനെ വേവിച്ച് കഴിക്കുന്നത് പ്രത്യേക ടേസ്റ്റുമാണ്, പ്രത്യേക ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ നമ്മുടെ ചേന അടുപ്പത്തിരുന്ന് വേവുകയാണ്. അപ്പോൾ നമ്മുടെ ചേനക്കിഴങ്ങ് അങ്ങനെ വെന്ത് വരുന്നു. അപ്പോൾ ഞാൻ ശകലം ഉപ്പ് തൂറ്റി കൊടുക്കുകയാണ്. കുറച്ച് മതി. തവിയുടെ മൂട് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ചേനക്കിഴങ്ങിനെ വേവിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല, സാമ്പാറിൽ ഇടാം, പിന്നെ എലിശ്ശേരി ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഒരുപാട്, അത് മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണിത്. അപ്പോൾ നമ്മുടെ ചേനക്കിഴങ്ങ് വെന്ത് പാകമായിട്ടുണ്ട്, കണ്ടോ കൂട്ടുകാരെ. നമ്മുടെ സ്വന്തം കൃഷിയിൽ നിന്ന് വിളയിച്ചെടുത്ത ചേനക്കിഴങ്ങ് വെന്ത് പാകമായിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ്. ബൈ.